സെലക്ഷന് വേണ്ടി ഒരു ലാസോ ടൂൾ ഉപയോഗിക്കുമ്പോൾ മറ്റ് ലാസോ ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാസോ ടൂളുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഫ്രീ ഹാൻഡ് മാജിക് ലാസോ ടൂളും പോളിഗണൽ ലാസോ ടൂളും. ഇപ്പോൾ നിലവിലുള്ളത് ഫ്രീ ഹാൻഡ് ലാസോ ടൂളാണ്. ഈ അവസരത്തിൽ നമുക്കിങ്ങനെ ഒരു പേപ്പറിൽ പെൻ എന്ന പോലെ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ വര തെറ്റണ സമയത്ത് നമുക്കിങ്ങനെ വരച്ചിങ്ങനെ പോകുന്ന അവസരത്തിൽ നമുക്ക് പെട്ടെന്ന് ലാസോ ടൂൾ മാറ്റാനായിട്ട് കീബോർഡിൽ ആൾട്ട് കീ അമർത്തി പിടിക്കുക. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക പോളിഗണൽ ലാസോ ടൂളായിട്ട് ഉപയോഗപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എന്നാൽ ആൾട്ട് കീ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ ലാസോ ടൂൾ ആവുകയും സെലക്ഷൻ തുടരുകയും ചെയ്യാം. ഇങ്ങനെ വിടുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ഡ്രാഗ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം വിടേണ്ടത്, അല്ലെങ്കിൽ സെലക്ഷനിലേക്ക് അത് പോകുന്നതാണ്. തീർച്ചയായിട്ടും സെലക്ഷന് നമുക്ക് ആഡ്, ഡിലീറ്റ് എന്നിവ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ സെലക്ഷനിൽ ഇരിക്കുന്ന ടൂൾ പോളിഗണൽ ലാസോ ടൂൾ ആണെങ്കിൽ നമ്മൾ പോളിഗണൽ ലാസോ ടൂളിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നു. ഇവിടെ നമ്മൾ ആൾട്ട് പിടിച്ചുകൊണ്ട് നമ്മൾ വരച്ച് തുടങ്ങി കഴിഞ്ഞാൽ അത് ഫ്രീ ഹാൻഡ് ലാസോ ടൂളായിട്ട് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആൾട്ട് വിടാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് സെലക്ഷനായിട്ട് മാറിപ്പോകും. ഇനി ഇടയ്ക്കൊരിടത്ത് വെച്ചിട്ട് സെലക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ മാജിക് ലാസോ ടൂൾ ഇരിക്കുന്ന സമയത്ത് മാജിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകാം. ഈ അവസരത്തിൽ നമുക്ക് ആൾട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് പോളിഗണൽ ലാസോ ടൂളായിട്ടും, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഫ്രീ ഹാൻഡ് ലാസോ ടൂളായിട്ടും മാറുന്നത് കാണാം. ഈ അവസരത്തിൽ ആൾട്ട് കീ വിടാതെ നമുക്ക് തുടരുകയാണെങ്കിൽ വീണ്ടും പോളിഗണിലേക്ക് വരികയും ആൾട്ട് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് മാജിക് ടൂളിലേക്ക് മാറുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക.